ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ സബ്ജക്ട് സിംഗുലർ ആയി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആറ് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ing ഫോം. ഇതാണ് എന്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ആ സ്ട്രക്ചറിലുള്ള ആം നമ്മൾ എവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള സെന്റൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? പോസിറ്റീവ് സ്ട്രക്ചർ, നെഗറ്റീവ് സ്ട്രക്ചർ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈസ് എന്ന ഓക്സിലറി വെർബ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സിംഗുലർ സബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതും ഒരുപാട് വെർബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 250ഓളം വെർബുകൾ, അതിന്റെ V1, V2, V3, V4, V5 ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് എന്താണ് സിംഗുലർ സബ്ജക്റ്റ് എന്നുള്ളത് നോക്കാം. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേര്, ഇതെല്ലാം എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം അല്ലെ? അവൻ എന്നാവുമ്പോൾ ഒരാൾ മാത്രമാണല്ലോ, അതുകൊണ്ട് അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഷീ എന്ന് പറഞ്ഞാലോ അവൾ എന്നാണ് അർത്ഥം. ഷീ എന്ന് പറഞ്ഞാൽ അവൾ ഒരാളായതുകൊണ്ട് അതും സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇറ്റ് എന്നുള്ളതിൽ ജന്തുക്കള്, വസ്തുക്കള് എന്നുള്ളതൊക്കെ ഇറ്റ് ഒന്ന് മാത്രമാകുമ്പോൾ, ഇവിടെ കാറ്റ് എന്നുള്ള ഒരു പൂച്ച മാത്രമാകുമ്പോൾ എന്താണ്? ഒരൊറ്റ പൂച്ച മാത്രമാകുമ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. കാർ എന്നുള്ള ഒറ്റ കാറാവുമ്പോൾ അതും എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതേപോലെ അരുൺ എന്നുള്ള ഒരു വ്യക്തി എടുക്കുമ്പോഴോ അതും സിംഗുലർ സബ്ജക്റ്റ്. റന എന്നുള്ള ഒരു വ്യക്തി എടുക്കുമ്പോൾ അതും സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഒരാൾ മാത്രമുള്ള എല്ലാം എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ആ സെന്റൻസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കൂ. സ്ട്രക്ചർ സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഈസ്. സിംഗുലർ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ ഒരാളോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു ജന്തുവോ എന്ത് തന്നെ ആയാലും ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ജന്തുവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഈസ്. പിന്നീട് എന്താ വേണ്ടത്? വെർബിന്റെ ing ഫോം. വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കൂ. ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാലോ അവള് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഡാൻസിങ്. അടുത്ത് നോക്കൂ. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബു ഫസ്റ്റ് വന്നു അല്ലെ? സബ്ജക്റ്റ് ഫസ്റ്റ് വന്നു. ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നു. സ്റ്റഡിന്റെ ing ഫോം ഏതാണ്? സ്റ്റഡിയിങ്. ഇംഗ്ലീഷും വന്നു. ഒബ്ജക്റ്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ്. ഫസ്റ്റത്തെ സെന്റൻസിൽ നോക്കൂ. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. അവിടെ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഷീ ഈസ് ഡാൻസിങ്. അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ നോക്കൂ. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരു വ്യക്തിയുടെ പേര് വന്നു അവിടെ. നിബു എന്നുള്ള ഒരു വ്യക്തി മാത്രമായതുകൊണ്ട് എന്താണ് വന്നത്? ഈസ് വന്നു. സ്റ്റഡിയിങ് ing ഫോം. സ്റ്റഡിയുടെ ing ഫോം സ്റ്റഡിയിങ്. ഇംഗ്ലീഷ് ഒബ്ജക്റ്റ് എന്താണ്? ഇംഗ്ലീഷ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അടുത്ത് നോക്കൂ. റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ്.
റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? റന ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതാണ് എന്ത്? റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ്. റന എന്നുള്ളത് ഒറ്റ വ്യക്തി ആയതുകൊണ്ട് ഈസ് എന്ന് വന്നു, ഓക്സിലറി വെർബ് ഈസ് വന്നു, പിന്നെ ഗോന്റെ ing ഫോം ഗോയിങ് വന്നു, ടു ദ ഓഫീസ്. ഏതാണ് ഇവിടെ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് വരുന്നത് ഓഫീസ് അല്ലെ? റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ്. അടുത്ത് നോക്കൂ, മെഷീൻ ഈസ് വർക്കിംഗ്. മെഷീൻ ഈസ് വർക്കിംഗ്. മെഷീന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യന്ത്രം ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ ഈസ് വർക്കിംഗ്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? സബ്ജക്ട് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഈസ് എന്ന ഓക്സിലറി വെർബ് ആണ് ഉപയോഗിക്കുക. അതേപോലെ വെർബിന്റെ ing ഫോം പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു ജന്തുവോ ഒന്നാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഐ എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു അല്ലെ? ഓക്കെ, താങ്ക് യു.